സൂപ്പറാ കേട്ടോ. നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോഴേ ഞാൻ ഇന്ന് ഇത്തിരി മീൻകറി വെക്കാൻ പോവാ. ഞങ്ങൾക്ക് ഉച്ചക്കത്തേന് മീൻ കറി വെക്കുക. അരി അടുപ്പിൽ വേവുന്നു. അതിന് മുന്നേ മീനും കൂടെ ഒന്ന് കറി വെക്കാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട്, ട്രിവാൻഡ്രത്തുള്ള ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചായിരുന്നു, നമ്മുടെ മധ്യ തിരുവിതാംകൂറുകാര് മീൻകറി വെക്കുന്നത് അവര് വെക്കുന്ന പോലെയല്ല, അവിടെ തേങ്ങ അരച്ചൊക്കെ മീൻകറി വെക്കുന്നത്. പിന്നെ പുളി ചേർക്കുന്നത് വാളൻ പുളിയാണ് ചേർക്കുന്നത്, പിഴുപുളി. അപ്പം നമ്മളുടെ ഇവിടെ മീൻപുളി കുടംപുളി ചേർത്തല്ലേ നമ്മൾ മീൻകറി വെക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് ഞങ്ങളുടെ ആ ഫാമിലി ഫ്രണ്ടിന് വേണ്ടിയും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഞാൻ എങ്ങനെയാണ് മീൻകറി വെക്കുന്നതെന്ന് ഒന്ന് കാണിക്കുകയും കൂടെ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ വീഡിയോ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പം മീനൊക്കെ നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. മൺചട്ടിക്കകത്തിലാണ് കറി വെക്കുന്നത്. അത് ഗ്യാസിലാണ് വെക്കുന്നത്. അടുപ്പിൽ വെക്കുന്നതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. പക്ഷെ ഇപ്പം നമ്മൾ ഗ്യാസിലാണ് വെക്കുന്നത്. ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇത് ഇത്തിരി പഴക്കമുള്ള ചട്ടിയാണ്. മീൻകറിക്കൊക്കെ ഇത്തിരി നല്ല എണ്ണ വേണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ഉണ്ടോ, ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. മീൻകറിക്ക് വേണ്ടിയ സാധനങ്ങളാണ് മഞ്ഞൾപ്പൊടി, ഇഞ്ചി. ഇത് ഫ്രീസറിൽ വെച്ചിരുന്നതാ കേട്ടോ, അതുകൊണ്ട് അതിൻ്റെ ഈ കളറ്, അല്ലാതെ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. വെളുത്തുള്ളി അങ്ങനെ തന്നെ, വെളുത്തുള്ളി, കുടംപുളി, മീൻപുളി എന്നൊക്കെ പറയത്തില്ലേ, അത് ഉപ്പും കൂടെ, അത് നന്നായിട്ട് കഴുകിയിട്ട് ഉപ്പും കൂടെ ഒഴിച്ചിട്ട് ഉപ്പ് നീരൊഴിച്ച് വെച്ചിരിക്കുന്നതാണ്. കടുക്, മുളക് പൊടി, ഉലുവ, ഒരു ചെറിയ കഷ്ണം കായം, കായപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഇത് കണ്ടോ, നമ്മുടെ തന്നെ പച്ചമുളക്, ഒരു മാങ്ങയും കൂടെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. മാങ്ങ ചെത്തിയിട്ട് അത് കഷ്ണങ്ങളാക്കി വെച്ചേക്കും. അതൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ, കറിവേപ്പില. എണ്ണ തിളച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയെ നമുക്ക് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഉലുവ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടം. എന്നാന്ന് ചോദിച്ചാൽ ഇത്തിരി പൊടി കൂടി പോയാൽ കഴിക്കും. ഇതാവുമ്പോൾ കുഴപ്പമില്ല. അതിനുവേണ്ടി ഉലുവയായിട്ട് തന്നെ ചേർക്കുന്നത്. വേണ്ട, ഉലുവയുടെയും കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരു ചെറിയ ചുമപ്പ്. ഉലുവ പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി, കറിവേപ്പില, 2 പച്ചമുളക്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. കായമില്ലേ, അതും കൂടി ഇടുവാണേ. ഒന്ന് വാടി വന്നിട്ടുണ്ടേ. ചെറിയ ഉള്ളിയോ സവാളയൊന്നും മീൻ കറിക്ക് ചേർക്കത്തില്ല കേട്ടോ. മീനിന്റെ തലക്കറി, മുള്ളുകറിയൊക്കെ വെക്കുമ്പം ചേർക്കും, ഉള്ളി ചേർക്കും, ഉള്ളിയോ സവാളയോ എന്തേലുവേ. ഇനിയിപ്പം അതൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുവാണേ. ഞാനിവിടെ 1/2 കിലോ മീനാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഓരോരുത്തരുടെ എരിക്കനുസരിച്ച് ഇഷ്ടമുള്ള പോലൊക്കെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി ഒക്കെ. ഞങ്ങൾക്ക് ഇച്ചിരി നല്ല എരി വേണം, അതുകൊണ്ട് ഞാൻ 1, 2, 3 ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മുളകിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഞങ്ങളിവിടെ കാശ്മീരി മുളകും പിരിയൻ മുളകും പിന്നെ എരിയുള്ള വറ്റൽ മുളകില്ലേ, അതും കൂടെ കൂട്ടിയാ പൊടിക്കുന്നത്. ഇപ്പം 3 കിലോ കാശ്മീരി മുളകും 3 കിലോ പിരിയൻ മുളകും അതിൻ്റെ കൂട്ടത്തിൽ 1 കിലോ വറ്റൽ മുളക് എരിയുള്ളതും കൂടെ ചേർത്താണ് ഞങ്ങൾ പൊടിക്കുന്നത്. ഞങ്ങൾക്ക് ഇത്തിരി എരി വേണം. മുളകൊക്കെ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കണം, എന്നാലേ ആ കറിക്ക് ഒരു കളറ് കിട്ടത്തുള്ളൂ. കറിക്ക് കളറും കിട്ടത്തുള്ളൂ, കറിക്ക് ടേസ്റ്റും കിട്ടത്തുള്ളൂ. മുളകൊക്കെ മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തിലേക്ക് ആദ്യം എന്നാ ഒഴിക്കേണ്ടതെന്നറിയാം. വെള്ളം ഒഴിക്കുന്നതിന് മുൻപേ പുളിക്കകത്തിൽ ഒഴിച്ചു വെച്ചേക്കുന്ന ഉപ്പുനീരില്ലേ, ഉപ്പുനീരും വെള്ളവും കൂടെ. ഞാനിപ്പം ഉപ്പുനീരാ ഒഴിച്ചു വെച്ചേക്കുന്ന, വെള്ളം ചേർത്തിട്ടില്ലേ. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു കളർ വരും. അത് കഴിഞ്ഞിട്ടേ വെള്ളം ചേർത്ത് കൊടുക്കാവൂ. കണ്ടോ, മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ പുളിക്കകത്തിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കാൻ പോവാം. ആവശ്യത്തിന് നോക്കി ഉപ്പുനീരൊക്കെ ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, നല്ലൊരു കളറായില്ലേ ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഈ പുളിയും ഉപ്പും കൂടെ ഉള്ള ആ വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞത്. ഇനിയിപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഇതിപ്പം ഞാൻ തണുത്ത വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് കേട്ടോ. മീൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്താൽ മതി. ഒത്തിരി അങ്ങ് വെള്ളമായി പോലെ ചാറിന് കൊഴുപ്പ് കിട്ടത്തില്ല. ഇനിയിപ്പം ഇതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കിയിട്ട്, എനിക്കിപ്പം ഇതിന് ഈ പുളി മതി. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഒരു മാങ്ങ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഈ അരപ്പൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മീൻ കഷ്ണങ്ങളും കൂടെ പെറുക്കിയിട്ട് കൊടുക്കണം. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാവേ. നമ്മുടെ മീൻകറിയുടെ ലുക്കൊക്കെ കണ്ടോ. ഇനി നമുക്കിത് അടച്ചു വെക്കാവേ. ഒന്ന് തിളച്ച് കഴിയുമ്പം നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുക്കണം. ചെറിയ തീയിലിരുന്ന് വേണം ഇത് വേകാനും. ഉണ്ടോ, അടച്ചു വെക്കുമോ. ഉണ്ടോ, നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ. ഇനിയില്ലേ, ഈ സ്പൂണിട്ട് ഇങ്ങനെ കുത്തി ഉടയ്ക്കാതെ
ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കണം. കാരണം എന്തിനാണെന്നറിയോ? മീനിന്റെ ഈ ചട്ടിയുടെ ചുവട്ടിൽ മീൻ പിടിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി, കരിഞ്ഞു പിടിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി കേട്ടോ. ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് കറക്കി കൊടുത്താൽ മതിയേ. വീണ്ടും നമുക്കിത് അടച്ചു വെച്ചിട്ട് തീ കുറച്ച് വെക്കണം. എന്നിട്ട് ചെറിയ തീയിലിരുന്ന് ഇത് വെന്തൊന്ന് പറ്റണം. നമ്മുടെ മീൻകറിയുടെ മണമൊക്കെ ഇങ്ങനെ ഇത്തിരിയും കൂടി ഇരുന്ന് വറ്റിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ടേ. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുക. വേണമെങ്കിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഞാൻ അതൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ആവശ്യത്തിന് എണ്ണ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്യുവാണേ. അപ്പം ഈ മീൻകറി കൂട്ടി ഞാൻ ഇച്ചിരി ചക്ക വേവിച്ചത് കഴിക്കാനായിട്ട് പോവുക. മാങ്ങയുടെ കഷ്ണവും മീൻകറി ചൂടാ ഈ ഗ്രേവിക്കകത്തിലോട്ട് അങ്ങോട്ട് മുക്കി സൂപ്പറാ. മാങ്ങയുടെ പുളിയും കാണുമ്പം തന്നെ വായിക്കൂടെ വെള്ളം വരുന്നില്ലേ? കണ്ടോ മാങ്ങയുടെ പീസ് ചൂടാ. സൂപ്പറാ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇങ്ങനെ മീൻകറി വെക്കുന്നവർ കാണുമായിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായമൊക്കെ കമന്റുകളായിട്ടൊന്ന് അറിയിക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചെറിയ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.